ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ടേസ്റ്റി നിബലിൻ്റെ റെഡി ടു ഈറ്റ് മെനു ആണ്. ഈ 5-സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. ബിക്കോസ് ഞാൻ കുറേ എനിക്കിത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, എനിക്കിത് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇതിൻ്റെ ആഡ് കുറേ പ്രാവശ്യമായി കാണുന്നത്. സോ ഐ വോണ്ടഡ് ടു ഡു എ റിവ്യൂ ആൻഡ് നിങ്ങൾക്കും കാണിച്ചു തരാൻ ഇതെങ്ങനെയുണ്ട്. സോ സൂപ്പർ മാർക്കറ്റിലുണ്ടപ്പോൾ ഐ പിക്സ് ഫ്യൂ ജസ്റ്റ് ടു ഷോ യു ഹൗ ഇറ്റ് ടേസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ലുക്സ്. സോ കുറച്ച് ഇതിൽ 3 തരം ഉണ്ട് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് മൈക്രോവേവിൽ ഉണ്ടാക്കാം, പിന്നെ നിങ്ങൾക്ക് പാനിൽ സ്ട്രേറ്റ് വേ യു ക്യാൻ ജസ്റ്റ് പുട്ട് ഇറ്റ്, അതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ സാധാരണ കറിയിലുണ്ടാക്കുക അതുപോലെ ചെയ്യാം. പക്ഷെ അതല്ലാണ്ട് ദേഴ്സ് എ ലിറ്റിൽ ഓപ്പണിങ് അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ചെയ്താൽ മതി. ബാക്കിൽ ഇൻസ്ട്രക്ഷനും എഴുതിയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് മൂന്നാമത്തത് ഒരു വലിയ ബൗളിൽ വെള്ളം നിറച്ചിട്ട് ഇമേഴ്സ് ചെയ്യുക. 3 to 4 minutes കഴിഞ്ഞാൽ അത് റെഡിയാവും. സെർവ് ഹോട്ട്. എനിക്കൊന്ന് ഇത് ഒരാൾക്ക് കഴിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആഡ് അവർ ഇട്ടിട്ടുണ്ട്, അവർക്ക് ഇനി എന്തൊക്കെയുണ്ട് മെനുവിൽ ഓഫേഴ്സ് ചെയ്യുന്നത്. വെള്ളം നല്ല തിളക്കുന്നുണ്ട്. വെള്ളം നല്ല ഇത്രയ്ക്കും ബോയിലാണ് കേട്ടോ. നല്ല ബോയിലിംഗ് റേറ്റിലെത്തുമ്പോൾ നിങ്ങൾ സിൽവർ ഫോയിൽ ആ പാക്കറ്റ് ഇടാവും, അല്ലെങ്കിൽ ഇനിയും നേരം എടുക്കും. പാക്കറ്റ് എടുക്കുന്ന സമയത്ത് ബി വെരി കെയർഫുൾ, നല്ല ചൂടായിരിക്കും അത്. ഇത് അടുത്ത പാക്കറ്റ് ചിക്കൻ കറിയാണ്. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ പുലാവും ഇട്ടു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. വലിയൊരു പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അത് മുഴുവനായി മുങ്ങണം, അതാണ് സംഭവം. ഇത് ഇത് ഫിഷ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി സ്റ്റോറിൽ ഉണ്ടായിട്ടില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. സോ ഫിഷ് ബിരിയാണി എനിക്ക് കിട്ടി. സോ ഞാൻ ഫിഷ് ബിരിയാണി എടുത്തിട്ട് വന്നു. നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഫിഷ് ബിരിയാണി, പക്ഷേ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ പൊക്കി. ഫാന്റാസ്റ്റിക്. അരി എങ്ങനെയുണ്ട്? അരിയൊക്കെ നന്നായിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഉപ്പും എല്ലാം കറക്റ്റാ, ടേസ്റ്റ് ഉണ്ട്. അവിയൽ ഞാൻ കഴിക്കില്ല, മമ്മി തന്നെ തിന്നേണ്ടി വരും. പച്ചക്കറി തിന്നണം. പച്ചക്കറി ഞാൻ തിന്നും, പക്ഷെ അവിയൽ മമ്മി ടൂണി വേറെന്തൊക്കെ ഉണ്ട്. ആയോ? ഒന്നും കൂടി ഇവിടെ എന്തായിരിക്കും മമ്മി? കോഴിയായിരിക്കോ? ചോറ് മാതിരി ഉണ്ട്. മമ്മി ബാക്കിൽ ഒന്ന് എടുത്തോക്കെ, എൻ്റെ ബാക്കിലൊന്നും എടുത്തേ. മണം വന്നു, നല്ല മണം. ഓയിലി അല്ല, അങ്ങനെ ടേസ്റ്റ് പറയാൻ ചെയ്യാം. അല്ലയാ
റൈസും നല്ലതന്നെ. റൈസ് നല്ലല്ലേ? നല്ല സോഫ്റ്റ് റൈസ്. അത് ഓരോരുത്തരും ഓരോ ടേസ്റ്റാണ്. എനിക്ക് നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട് ഇത്. ആ ടേസ്റ്റ് പാറിൻ്റെ സാധനം എന്തോ നല്ലത്. ആ മട്ടറൊക്കെ ഉണ്ട് ഇതിൽ. ഒരു മട്ട തിന്നിട്ടെ. അടിപൊളി മട്ടർ. കറി ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്. നല്ല ഉണ്ട് ചിക്കൻ, നല്ല നിറമുണ്ട് കറിക്ക്. നല്ല എണ്ണയുണ്ട് മേലെ മേലെ നിൽക്കുന്നു. കറി കുറച്ച് കൂട്ടി നോക്കട്ടെ. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். ആ മുളക് നല്ല എരിവുണ്ട്. എന്താ ആ വാസന ഉണ്ടല്ലോ, 4 ചപ്പാത്തി തന്നെ. അത്ര നല്ല ടേസ്റ്റ്. ആ അടിപൊളി അടിപൊളി അടിപൊളി. ടേസ്റ്റ് നേബിൾസിന്റെ കമ്പനി, ബെസ്റ്റ് കമ്പനി. ശരിയാ, അങ്ങനെയാണ് ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നോളാം അല്ലേ? പുലാവ് രസമുണ്ട്. പുലാവ് രസമില്ലേ? രസമുണ്ട്. അത് ഓരോരുത്തരുടെ ചായ വ്യത്യാസം. ഓരോരുത്തരുടെ ടേസ്റ്റ് ഗീ ഇല്ലല്ല അധികം. ഗീ വെറുതെ പറയാ. കൊളസ്ട്രോളൊക്കെ ഏറ്റവും ബെസ്റ്റ്. കൊളസ്ട്രോളൊക്കെ പറ്റും. നല്ല സ്മെല്ല്. ഭക്ഷണകാരത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ? ഇനി മമ്മീന്റെ ഫേവറേറ്റ് എങ്ങനെയുണ്ട് നോക്കാലോ. മുറിക്കലായി, തുറക്കലായി. അയ്യ രസമുണ്ട് കാണാൻ. കാണാൻ പൊന്തിയുണ്ട്. വാവ്, കാണാൻ രസമുണ്ട്. അപ്പൊ രസമുണ്ടാവും. ഫിനിഷ്. ഇത് മമ്മി എല്ലാം തിന്നു പറഞ്ഞു. മമ്മിക്ക് അറിയത്തില്ലല്ലോ. കായ, ക്യാരറ്റ്, വെള്ളരി, മനസ്സിലാകുന്നില്ല എന്താന്ന് നോക്കാം. ടേസ്റ്റ് നോക്കാം. അവിയല് നല്ലതാ. നല്ല അറിയില്ല. നല്ലതാ. ഓക്കെ, ടേസ്റ്റ് ഉണ്ട്. നല്ലുണ്ട് അവിയൽ. പാസ്സായി. അവിയൽ പാസ്. ഡാഡി ഇത് നോക്കാം അവിയൽ. നിറമേ നല്ല രസമുണ്ട് കാണാൻ. ചേനയാണ്, നോക്കട്ടെ. നല്ല വെന്ത ചേന. ഉപ്പ് മുളക് എല്ലാം ഉണ്ട്, കറക്റ്റ് ഉണ്ട്. തേങ്ങ കടിക്കുന്നു ഇടയ്ക്കിടയ്ക്ക്. തേങ്ങ തേങ്ങ രസം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എല്ലാം ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇതൊരു ഫാമിലിക്ക് ഇപ്പോൾ എമർജൻസിക്ക് ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് ആരും വരുമ്പോൾ ഇടുക. അപ്പോൾ കൊടുക്കാനോ കൂടെ കഴിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി ആർക്കും ഗസ്റ്റ് വന്ന് വേഗം ഒരു പാക്കറ്റ് വാങ്ങി ചൂടാക്കുക, തിന്നാം. വേഗം പോയി പറയാം.